ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നെക്ക് മാർക്ക് ചെയ്യണം കേട്ടോ. ഞാനിവിടെ 6 ഇഞ്ച് അകലത്തിലാണ് നെക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത്. ആദ്യം നമുക്ക് മിഡിലായിട്ട് ഇതുപോലെ ചോക്ക് വെച്ചിട്ടൊന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡിലേക്കും 3 ഇഞ്ച് 3 ഇഞ്ചായിട്ട്, അപ്പോൾ നമുക്ക് ഈക്വലായിട്ട് കിട്ടും. പിന്നെ ഞാനിവിടെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 5.5 ഇഞ്ചാണ് കേട്ടോ. എന്നിട്ട് അതിനൊരു റൗണ്ട് ഷേപ്പിലുള്ള നെക്കാണ് ആക്കിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് 2 ഇഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് പോകണം. എന്നിട്ട് അതും ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ വരച്ചെടുക്കണം. ഇവിടെയാണ് നമ്മളുടെ ഡിസൈൻ വരണത് കേട്ടോ. പിന്നെ വേണ്ടത് ഇവിടെ 2 ഇഞ്ച് വീതം ഇതിൻ്റെ മിഡിലായിട്ട് ഇങ്ങനെ ഓരോ ഡോട്ട് ഇട്ട് പോകണം. ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ പേൾ കോട്ടൻ്റെ ത്രെഡാണ്. പേൾ കോട്ടൻ്റെ ത്രെഡ് ആകുമ്പോൾ നമുക്ക് 1 സ്ട്രാൻഡ്സ് അല്ലെങ്കിൽ 2 സ്ട്രാൻഡ്സ് ആണ് എടുക്കേണ്ടത് ചെയ്യുമ്പോൾ. പിന്നെ കുറച്ച് കട്ട് ബീഡ്സ് ആണ് എടുക്കേണ്ടത്. പിന്നെ നോർമൽ ത്രെഡും ചെറിയ നീഡിലാണ് വേണ്ടത് കേട്ടോ. നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഡോട്ട് ഇട്ടില്ലേ, അവിടെ ആയിട്ട് ആദ്യം ഒന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കണം. ഞാനിവിടെ പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചിട്ടുണ്ട് ക്ലിയറായി കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ത്രെഡ് 2 സ്ട്രാൻഡ്സിലെടുത്തിട്ട് രണ്ടും കൂട്ടി കെട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ലൈൻ വരച്ചില്ലേ, അതിൻ്റെ ഉൾഭാഗത്തായി കുറച്ച് നീങ്ങിയിട്ട് ഇതുപോലെ നീഡിൽ മുകൾ ഭാഗത്തേക്ക് എടുക്കണം. കുറച്ച് പഫായിട്ടുള്ളൊരു ഫ്ലവറാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ വലിയ പെറ്റൽസ് വേണം ചെയ്യാനായിട്ട്. നീഡിലിൽ നമ്മൾ ത്രെഡ് ഇതുപോലെ ചുറ്റിയതിന് ശേഷം ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് താഴെ ഭാഗത്തേക്ക് ഇറക്കി കൊടുക്കുക. എല്ലാ പെറ്റൽസും ഒരേ ലെവലിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. എന്നാലാണ് നമ്മളുടെ ആ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കാണാനായിട്ട്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് പെറ്റൽസ് ചെയ്തെടുക്കാം. നമ്മൾ വരച്ചെടുത്ത ആ ലൈൻ ഇതുപോലെ പെറ്റൽസ് ഫില്ലായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഈ 2 പെറ്റലിന് മിഡിലായിട്ട് ഒരെണ്ണം, ആ രീതിയിൽ നമുക്ക് ഒരു റൗണ്ടും കൂടി ചെയ്തെടുക്കണം. അവസാനത്തെ പെറ്റിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിൻഭാഗത്തായിട്ട് കെട്ടിട്ട് കൊടുക്കണം. ആ സമയത്ത് ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് കെട്ടിട്ടതിന് ശേഷം നമ്മളൊരു പെറ്റിൽ ചെയ്യാനായിട്ട് എടുത്തിട്ടില്ലേ, ഇതുപോലെ ഈ ത്രെഡ് ഇങ്ങനെ ഒന്ന് കോർത്തെടുത്തിട്ട് വേണം അടുത്ത പ്രാവശ്യം കെട്ടിടാനായിട്ട്. അങ്ങനെ 2-3 പ്രാവശ്യം കൊടുക്കണം കേട്ടോ, നോട്ടിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വിട്ടുപോരും നമ്മുടെ ഫ്ലവറൊക്കെ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്കിതിൻ്റെ മിഡിലായിട്ട് കുറച്ചും കൂടി ഒരു ഭംഗി ഫ്ലവറിന് വരാൻ വേണ്ടിയിട്ടൊരു പേളോ അല്ലെങ്കിൽ ഒരു ബീഡോ ഒക്കെ വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫാബ്രിക് ഗ്ലൂ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഫ്ലവേഴ്സ് എല്ലാം ഈ 2 ഇഞ്ചിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മിഡിലായിട്ട് ഓരോ ബീഡ് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇവിടെ നമ്മൾ ചെറിയ ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഈ ബീഡിന് ചുറ്റുമായിട്ടൊരു 6 നോട്ട് വീതമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളുടെ ഫ്ലവർ വരുന്നത്. 2 പഫായിട്ടുള്ള റിംഗ് നോട്ട് വെച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ മിഡിലായിട്ട് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ഒരു ചെറിയ ഫ്ലവർ. ഇനി ബാക്കിയുള്ള ഭാഗമെല്ലാം നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കണം. നോർമൽ ത്രെഡ് വെച്ചിട്ടാണ് കോർത്തെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ തുന്നിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുത്താലും മതി കേട്ടോ.
നമ്മളുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതുപോലെയാണ് ഉണ്ടാവുക. ഇതിൽ ഈ കട്ട് ബീഡ്സ് ഒട്ടിച്ചെടുക്കാൻ മാത്രം കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. തുന്നിയെടുക്കുകയാണെങ്കിൽ, ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് സമയം മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ഇഷ്ടമായിട്ടുള്ള ആൾക്കാർ മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്